ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോകുന്നു. വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഒരു യാത്രയുമായി. ഇന്ന് നമ്മൾ വെമ്പിളിയിൽ പോവുകയാണ്. വെമ്പിളി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോവാണ് ഗായ്സ്. അതും ഒരു മിനി ഇന്ത്യ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതുവരെ പോയില്ല. നാളെ ദിവസം ബസ്സിൽ പോയതേ ഉള്ളൂ. ചുമ്മാ ഒന്ന് പോയി നോക്കാം. പറയുന്ന പോലെയൊക്കെയാണോ UK അല്ലേ എന്ന് നോക്കിയിട്ട് വരാമെന്ന് ഓർത്ത് ഗൈസ്. അപ്പോൾ അവിടെ നമ്മുടെ വെമ്പിളി സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറുന്നില്ല, പക്ഷേ പുറമേ കാണാൻ പറ്റുമോ നോക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. സോ സ്റ്റേ ട്യൂൺഡ്. ഇതെവിടെ പോവാ മൈക്കിള്? Where are you going? Where are you going, Michael? ഗൈസ്, അപ്പോൾ നമ്മൾ ബേക്കർ സ്ട്രീറ്റിൽ വന്നു. ഇനി നമ്മൾ ബേക്കർലൂ ലൈനാണോ ജൂബിലി ലൈനാണോ? എന്നാൽ അത് നോക്കിയിട്ട് അടുത്ത ലൈൻ പിടിക്കണം. ടു വെംബ്ലി സെൻട്രൽ. ഗൈസ്, നമ്മൾ വെംബ്ലി എത്തിയാൽ കാണുന്നതാണ് പുതിയ വെംബ്ലി സ്റ്റേഡിയം. ഇനി നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ലിഫ്റ്റ് ഇല്ലാതെ പറ്റത്തില്ല. സ്ട്രോളർ ആയതുകൊണ്ട് ലിഫ്റ്റ് നോക്കട്ടെ ഗൈസ്. ഗൈസ്, എന്തോ ഇൻ്റർനാഷണൽ കളി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് കാണും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ വോളണ്ടിയർ സെക്യൂരിറ്റീസും കടകളും ഒക്കെ കാണാം. സംതിങ് ഈസ് ബ്രൂയിങ് ടുഡേ. ലെറ്റ്സ് സീ എന്താണ്. പോയി നോക്കാം. ഈ സ്ട്രീറ്റാണോ വഴിയുടെ പേരാണോ എന്നറിയില്ല. ഇറ്റ്സ് കോൾഡ് ആസ് ഒളിമ്പിക് വേ. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് നേരെ സ്റ്റെപ്പ് ഇട്ട് നേരെ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ടാണ്. കൊള്ളാം. പ്ലാനിങ് ഈസ് എക്സ്ക്യൂസിറ്റ്. രക്ഷയില്ലാത്ത പ്ലാനിങ്ങാണ് ഗൈസ്. ഇവിടെ പഴയ ഹിസ്റ്ററീസൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫ്രെഡി മെർക്കുറിയുടെ ലൈവ് എയ്ഡ് കളി പാട്ട് ബാക്കിയെല്ലാം ഉണ്ട് ഇവിടെ. വെരി നൈസ്. ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിൻ്റെ ഒക്കെ ഹോം ഗ്രൗണ്ടാണിത്. പിന്നെ പല ആർട്ടിസ്റ്റും വന്ന് പാട്ട് ഇവിടെ കോൺസേർട്ട് വെക്കാറുണ്ട്. ഇവിടെ കോൾഡ് പ്ലേയുടെ ഒക്കെ കോൺസേർട്ട് ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് ആൻ ഐക്കോണിക് സ്റ്റേഡിയം വെംബ്ലി ഗൈസ്. അപ്പോൾ ഈ കൊല്ലത്തെ ബാക്കി ഇവൻറ്റ്സ് ആയിരുന്നു അവിടെ കണ്ടത്. നമ്മളിനിയും സ്റ്റേഡിയത്തിൽ കയറാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ സ്റ്റേഡിയം അതിൻ്റെ ക്ലോസ് ബൈ പ്ലേസസും പോകാമെന്ന് ഓർക്കുന്നു. സോ മാസീവ് വെംബ്ലി സ്റ്റേഡിയം. പക്ഷെ അത് വെൽ ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് ആണ്. പരിസരവും ഒക്കെ അടിപൊളിയായിട്ടായിട്ട് ഇരിക്കുന്നത്. ഒരു കൺഫ്യൂഷനോ കേസോ ഒന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പ്ലാനിങ് വൈസ് കിടിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണെന്ന് തന്നെ കണ്ടാലും പറയും. അമ്മാതിരി സ്റ്റാൻഡേർഡിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗ്രേറ്റ്. സ്റ്റേഡിയം ഫ്ലാറ്റുകളും ബിൽഡിങ്സും എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഇവിടെ സ്റ്റേഡിയം ഉള്ളതായിട്ട് പോലും തോന്നില്ല. പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് കീഴെയാണ് ഇതെല്ലാം. സ്റ്റേഡിയത്തിനോട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേഡിയം ഉള്ളതായിട്ട് പോലും തോന്നില്ല. ബട്ട് സോ ക്ലോസ്. ഇതാണ് സ്റ്റേഡിയം. ഇത്രയ്ക്ക് കീഴെയാണ്. ഫുള്ള് ബിൽഡിങ്സും ഭയങ്കര പ്ലാൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം ഒക്കെ ഇങ്ങനെ ചെയ്തു പോയിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. സൂപ്പറാണ്. ഇപ്പോൾ ഒട്ടും ഇടയില്ല അവിടെ. അതിന് ചുറ്റിനുമുള്ള സ്പേസ് പോലും നമുക്ക് വാക്ക് ചെയ്യാനൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയ കിട്ടില്ലായിരിക്കും കൊച്ചി.
കല്ലൂർ സ്റ്റേഡിയം ഒക്കെ അടിപൊളിയാവും. ആമസോൺ ഫ്രഷ് ഗൈസ്. അപ്പോൾ ഇതാണ് ലണ്ടൻ ഡിസൈനർ ഔട്ട്ലെറ്റ്, വെമ്പിളി സ്റ്റേഡിയത്തിനോട് തൊട്ട് ചേർന്ന്. ഡിസൈനർ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കടകൾ നോർത്ത് ഫേസും വാൻസും നൈക്കിയൊക്കെ കാണുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ഹലോവിൻ പ്രമാണിച്ച് റീറ്റെയിൽ പാർക്കിലാണ്ട് പരിപാടികളാണ്. ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ ലിൻഡിൻ്റെ കടയാണ്. ഹാലോവിൻ സ്പെഷ്യലൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് ചോക്ലേറ്റ്സ് വാരിയിട്ടിരിക്കുകയാണ് ഗൈസ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് വറുക്കിയെടുക്കാം. തൂക്കത്തിനാണ് വെയിറ്റ്, 100 ഗ്രാം. ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വന്നു, ഫെസ്റ്റീവ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മുടെ ഫേമസ് ദുബായ് ചോക്ലേറ്റിൻ്റെ വെർഷൻ ഇവരും ഇറക്കി, വൈറ്റ് ചോക്ലേറ്റിലും ഇറക്കി, മിൽക്ക് ചോക്ലേറ്റിലും ഇറക്കിയിട്ടുണ്ട്. നൈസ്, കൊള്ളാം. ഡാർക്ക് ചോക്ലേറ്റിലും ഉണ്ട് നമ്മുടെ. ഗൈസ്, അപ്പോൾ നമ്മൾ വെമ്പിളി കാണാൻ വന്നിട്ട് ഡിസൈനർ ഔട്ട്ലെറ്റിൽ കയറി നിൽക്കുകയാണ്. ഇതുവരെ നമ്മുടെ വെമ്പിളിയുടെ മെയിൻ ഭാഗങ്ങൾ ഒന്നും കാണാൻ പറ്റിയില്ല. സ്റ്റേഡിയം ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഗൈസ്. ഷോപ്പിംഗ് ആണല്ലോ മെയിൻ. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഭാഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അതിനി എപ്പോഴാണെന്നറിയില്ല, ഒരുപാട് സമയം പോയി ഗൈസ്. നോക്കണം. എനിവേ, ലെറ്റ്സ് ഫിഗർ ഔട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഡിസൈനർ ഷോപ്പിങ്ങിൻ്റെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ബട്ട് പോകണം, നമ്മൾ സമയം കണ്ടെത്തണം ഗൈസ്. ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ പുറകെ നിൽക്കുകയാണ്. സ്റ്റേഡിയമാണ് പുറകിൽ. ഇതെല്ലാം ഇൻറ്റഗ്രേറ്റഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഓ ഗൈസ്, വെമ്പിളി മൊത്തം കാണാൻ പറ്റിയില്ല, പൊരിഞ്ഞ മഴയായിരുന്നു. അതുകൊണ്ട് മഴയ്ക്ക് ഷെയ്ഡായിട്ട് കിഡ്സ് കളിക്കുന്നിടത്ത് കയറി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇരുട്ടാനും തുടങ്ങി. ഇനിയിപ്പോൾ മഴ കുറഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാൻ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓ ഗൈസ്, മഴയാണ് ഗൈസ്. അപ്പോൾ മഴ കുറയുന്നില്ല. നമ്മളേതായാലും മഴയത്ത് നടക്കാമെന്ന് വെച്ചു. സ്റ്റേഡിയത്തിൻ്റെ പരിസരവും ഏതായാലും ഇറ്റ്സ് ഓസം, കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇനി ടൗൺ സെൻറ്ററും ഹൈ സ്ട്രീറ്റും ഒക്കെ നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല. അതും കൂടെ പോയി നോക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് പോകണം ഗൈസ്. ഇതാണ് ഗൈസ് വെമ്പിളിയുടെ ഒരു പെർസ്പെക്റ്റീവ് ലുക്ക് ഗൈസ്. അപ്പം നമ്മൾ വെമ്പിളിയിലെ മെയിൻ സിറ്റി സെൻറ്ററിലോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. കടകളൊക്കെ കണ്ടു തുടങ്ങി. മഴ പെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്കൊന്നും കാണുന്നില്ല. നമ്മളതിൽ മുന്നോട്ട് പോകണം ഗൈസ്. നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിരിക്കുന്ന പോലെ എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ കുഞ്ഞി കുഞ്ഞി കടകളും ടിപ്പിക്കൽ ഇന്ത്യൻ കടകൾസൊക്കെ കാണാം. ഗൈസ്, മഴ പെയ്തതാണോ എന്നറിയില്ല, ഇരുട്ടുമൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊരു വൈബ് തോന്നുന്നില്ല. വഴിയിലും കടകളിലും ഒന്നും ആൾക്കാരില്ലാത്ത പോലെ എല്ലാവരും മാളത്തിൽ കയറി ഒളിച്ചെന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ ദേശി കടകളൊക്കെ ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. കടകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് പറ്റിയത് വല്ലതുമുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
കുഞ്ഞു കുഞ്ഞു കടകളുടെ സൈഡിൽ കൂടെ വലിയ വലിയ കടകളുമുണ്ട്. മഴ പെയ്തതാണ് വൈബിനെ തകർത്തത്. ദേവി ഫുഡ് ആൻഡ് വൈൻ, നമ്മുടെ ഇന്ത്യൻ കടകളും പേരുകളും ഒക്കെ ഉണ്ട്. ക്യാറ്റ് വാക്ക് ക്ലിനിക്, ഉച്ച നടത്താം. അൽപാഷ, ബംഗ്ലാദേശിയാന്ന് തോന്നുന്നു, അല്ല മിഡിൽ ഈസ്റ്റേൺ ഫുഡ് സെൻ്റർ. ഓക്കെ, ഏതായാലും നമ്മുടെ സൗത്ത് ഇന്ത്യ ഒന്നും കാണുന്നില്ല. വെമ്പിളിയിൽ ഉണ്ടാവേണ്ടതാണ്, ബട്ട് ഐ ഡോണ്ട് നോ. അത് നമുക്ക് നോക്കാം. ഓ ഗൈസ്, നമ്മളൊരു KFC കയറി. ഒരു വല്ലാത്തൊരു KFC ആയിപ്പോയി. KFC വെമ്പിളി ഷിറ്റ് ഹോൾ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ നശിപ്പിക്കുക, ആൾക്കാർ നശിപ്പിച്ചാൽ പിന്നെ എന്നാ ചെയ്യാനാണ് ഗൈസ്. എന്റർടൈൻ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വയം എന്റർടൈൻമെന്റ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക്. വെമ്പിളിയിലൂടെ പാട്ടും പാടി പോകുന്ന മൈക്ക്. അതാ ഞങ്ങൾ സ്റ്റേഷൻ തപ്പി നടക്കുകയാണ് ഗൈസ്. ഒരുപാട് ഇന്ത്യൻ കടകൾ റോഡ് സൈഡുകളിലൂടെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളെ സൗത്ത് ഇന്ത്യൻ കടകളൊന്നും കണ്ടില്ല. ദാറ്റ് ഈസ് വെരി സാഡ്. മേ ബി ഞാൻ തപ്പിയതിൻ്റെ പ്രശ്നമായിരിക്കും, ഐ ഡോണ്ട് നോ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് വെമ്പിളിയുടെ ഇന്ത്യൻ കടകളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇത്ര നേരം നമ്മൾ വേറൊരു സൈഡിലായിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മദ്രാസും ദോശ എക്സ്പ്രസ്സും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. പക്ഷെ എന്നാലും സൗത്ത് ഹോളിൻ്റെ അത്ര ഒരു ഇന്ത്യൻ ടച്ച് തോന്നുന്നില്ല വെമ്പിളി. ഇപ്പോഴാണ് ഗൈസ് യഥാർത്ഥത്തിലുള്ള വെമ്പിളി മനസ്സിലാവും. നല്ല നാറ്റം, രക്ഷയില്ലാത്ത നാറ്റം. ഇത് ഡൽഹിയാണോ പഞ്ചാബാണോ? ധാബ, ഇന്ത്യൻ കടകൾ. ഇപ്പോഴല്ലേ മനസ്സിലായത് വെമ്പിളി ഒരു ചെറിയ ഇന്ത്യയാണ്. പക്ഷെ സൗത്ത് ഹോളിൽ അത്രയും വരില്ല. ഇതാണ് ഗൈസ്, ഇത് ഇന്ത്യ എന്ന് പറയാനുള്ള കാരണം. പാനിപൂരിക്കട, നാട്ടിലെ പോലെ സ്വർണ്ണക്കട. ഇപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വെമ്പിളി കാണുന്ന ഗൈസ്. ആര്യഭവൻ, ശരവണ ഭവൻ, അങ്ങനെ വരട്ടെ. തമിഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആഹാ, എന്താണാവോ? സംഗമന ജ്വല്ലേഴ്സ്. വാവ് വാവ്. ഇങ്ങനെയും ഒരു സൈഡുണ്ട് ഇതിന്. ഇത്ര നേരം കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയാണ്. ഏതായാലും കണ്ട് സന്തുഷ്ടനായി ഞാൻ. സന്തുഷ്ടനായി ഗൈസ്. ഫുൾ ദേശി വൈബായി ഗൈസ്. ഫുൾ ദേശി. ഓ, ദേശി ബിരിയാണി, ജാസ്മിൻ സ്റ്റോർ. വാവ്. ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും. ജ്വല്ലറി കടകൾ. അയ്യോ, നമ്മളങ്ങോട്ടാ പോകുന്നത്. ക്രോസ് ചെയ്യുന്ന അവിടെ ഇങ്ങോട്ട് പോവാ. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. വെമ്പിളിയിലെ ദോശ എന്ന് കഴിച്ചുകൊണ്ടത്. രതി സാരി. ബാ ലെറ്റ്സ് ഗോ. വെയിറ്റ്. മുണ്ടും ജുബായും വേണ്ടവർ അക്സനയിലോട്ട് വന്നാൽ മതി. സ്വർണ്ണമാല വേണോ? രതിയിലോട്ട് വന്നാൽ മതി ഗൈസ്. വാവ്.
ഗൈസ് ഹരിഭവൻ കൊള്ളാം, ആംബിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കഴിക്കുകയാണ്, ദോശയും ഭട്ടൂരയൊക്കെ ആയിട്ട്. കഴിച്ചിട്ട് വരാം ഗൈസ്, കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ദോശ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു ഗൈസ്, കുഴപ്പമില്ലായിരുന്നു, റീസണബിളാണ്. വെമ്പിളി വരെ വന്നിട്ട് ഇന്ത്യൻ എന്തെങ്കിലും കഴിക്കാതെ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കഴിച്ചു. ഇനി നമ്മൾ സ്റ്റേഷനിലോട്ട് പോകണം ഗൈസ്. സ്റ്റേഷൻ വെമ്പിളി സെൻട്രലിലോട്ട് പോവാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് പാഡിങ്ടൺ ഗൈസ്. അപ്പോൾ നമ്മൾ ബേക്കർലൂ ലൈനിൽ കയറാൻ നിൽക്കുകയാണ്, ടു പാഡിങ്ടൺ ഗൈസ്. അപ്പോൾ നമ്മൾ പാഡിങ്ടണിലെത്തി. എലിസബത്ത് ലൈൻ കയറാൻ നമ്മളിനിയും നമ്മുടെ ലോക്കൽ ട്രെയിൻ എലിസബത്ത് ലൈനിന് നമ്മൾ കയറി എങ്ങോട്ട് പോകും? മെയ്ഡൻ ഹെഡ്. ബൈ ട്രെയിൻ, ബൈ, see you soon. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ട്രിപ്പല്ല, വെമ്പിളി വരെ ജസ്റ്റ് ഒന്ന് പോയി മസാല ദോശയൊക്കെ കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. കെയിം ബാക്ക് ഹോം. അപ്പോൾ ഒരുപാട് ലേറ്റായില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ബൈ കൊടുത്താൽ പോകട്ടെ, കൊടുക്കില്ല.